അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ അതിനകത്ത് കുക്കിംഗ് ആൻഡ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് പുറത്താണ് ഉണ്ടാക്കുന്നത്, എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് നാട്ടിൽ നിന്ന് ഉരുളിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ഉരുളിക്കകത്ത് ആപ്പടെ 1-2 പ്രാവശ്യം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഉരുളിക്കകത്ത് ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളത് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ആ ഉരുളിക്കകത്ത് നമ്മൾ പുറത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം വെതറൊക്കെ നല്ലതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ചിക്കൻ കറി, ബീഫ് അങ്ങനെ സ്മെല്ല് വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ പുറത്താണ് ഉണ്ടാക്കാറ് നമ്മൾ സമ്മർ ടൈമിൽ. അപ്പോൾ നമുക്ക് പുറത്ത് പോയി കുക്കിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് കറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പമാണ്. വെള്ളയപ്പവും ചിക്കൻ കറിയും. ചിക്കൻ കറി ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ചിക്കൻ കറി. നല്ല ടേസ്റ്റി ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറിയും പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയായിരുന്നേ, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ അപ്പമൊക്കെ രാവിലെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കണം. ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതല്ല, നമ്മൾ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം അത് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മളിവിടെ പുറത്താണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളകത്ത് സ്മെല്ല് വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും പുറത്താണ്. നമ്മുടെ വെതർ നല്ലതായിട്ടുള്ള സമ്മർ ടൈമിലൊക്കെ നമ്മൾ പുറത്ത് തന്നെ ഉണ്ടാക്കും. പിന്നെ വിൻ്റർ ടൈമിൽ നമ്മൾ അകത്തുണ്ടാക്കും. എക്സ്ഹോസ്റ്റൊക്കെ ഓൺ ചെയ്തിട്ട് അകത്തുണ്ടാക്കും. ഇപ്പം നമുക്ക് വെതറൊക്കെ നല്ലതായതുകൊണ്ട് നമ്മൾ പുറത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അന്നേരം ഇവിടെ നല്ല ടേസ്റ്റ് വരും. എനിക്കിപ്പോൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യാത്ത ചിക്കൻ കറി കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയെ ഇപ്പോൾ ഇഷ്ടമല്ല. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ മരത്തിൻ്റെ കമ്പൊക്കെ വെട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബാക്ക് യാർഡില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ആവശ്യത്തിന് എൻ്റെ വെജിറ്റബിളിനൊക്കെ വെയിലൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം ഇവിടെ നല്ലതായിട്ട് വരുന്നു. പിന്നെ നേരത്തെ നമുക്ക് തണലുണ്ടായിരുന്നു, മരങ്ങൾ അങ്ങനെ നിന്നുകൊണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ വെജിറ്റബിളിന് അത് നല്ലതല്ല, നല്ലതായിട്ട് അത് ഗ്രോ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിയോണ്ട് നന്നായിട്ട് നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. എൻ്റെ റെഡ് ചീരിയൊക്കെ കണ്ടോ കട്ടിയാറായി നിൽക്കുന്നു. നമ്മുടെ ഇതിലൊക്കെ മുളകൊക്കെ ഉണ്ട്. വഴുതനയും രണ്ടൊന്ന് പൂക്കി ആയി. എല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി. ഞാൻ ലെയറാക്കുകയാണ്. ചിക്കൻ കറിയുണ്ട്, ലെയറായിട്ട് ഇടാൻ പോവാണ് ഫോയിൽട്രേക്ക്. ഞങ്ങളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. അത് ഉരുളിക്കകത്ത് ഔട്ട് സൈഡിലാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് കോഫിയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞങ്ങളിവിടെ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഒന്ന് കയറി എല്ലായിടത്തും ഒന്ന് കയറി പോകുന്നത് വന്നാണ്. അതിന് വലിയ ഷോപ്പിംഗ് പ്ലേസാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് ടോപ്പ്, പാൻറ്റ്, ടീഷർട്ട് ഒക്കെ നോക്കുകയാണ്. ചേച്ചിയൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു. അങ്ങനെ ഒരു വൻപിച്ച ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവർക്ക് ഈ സമയമാണ് ഇഷ്ടപ്പെട്ടത്. വെയിലൊന്നുമില്ല. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഇപ്പം ഷോപ്പിംഗ് ചെയ്യാൻ നല്ല സുഖമാണ്. നമുക്ക് നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട്, ചൂടൊന്നുമില്ല. കുറേ ഷോപ്പിംഗ് ചെയ്തു. എല്ലാം മേടിച്ചതിന് നിങ്ങളെ കാണിക്കാം. ഇനി ഞങ്ങൾക്ക് നമ്മുടെ പട്ടേൽ പ്രദേശിലൂടെ ഒന്ന് കയറണം, കുറച്ച് ഗ്രോസറി വാങ്ങിക്കണം. അതോടെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. ഈ സമയത്ത് നമുക്കിത് നടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വാൾമാർട്ടിൽ വന്നാണ്
വാൾമാർട്ടിലൂടെ ഒരു ചെറിയ ക്വിക്ക് ഷോപ്പിംഗ് നടത്തിയിട്ട് പോകാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുവാണ് ഡില്ലേഴ്സിൽ. നല്ല നല്ല ഉടുപ്പുകളൊക്കെ പിള്ളേർ. ആ ഇത് വലുതേ ഉള്ളൂ, അല്ല ചെറുത്. നമ്മൾ തന്നെ എടുത്തോണ്ട് ഫണ്ടിൽ ചെല്ലും അമ്മേ. ഷൂകളുടെ മായാപ്രപഞ്ചം. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ജാക്കിൻ്റെ ബോക്സിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ പോകണേ. Thank you. അങ്ങനെ ഫുഡൊക്കെ ഇടക്കൊണ്ട് തന്നു. ഞങ്ങളെല്ലാം വാങ്ങിച്ചു പോവാണ്. അടുത്ത് നമ്മൾ സബ്വേയിലേക്ക് പോവാണ്. സബ്വേ സാൻഡ്വിച്ച് വാങ്ങിക്കാൻ. കാരണം ഞങ്ങൾ സബ്വേ വന്നിരിക്കുകയാണ്. അമ്മയും ചേച്ചി എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മൾ സബ്വേ സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാൻ പോവാണ്. മുളക് വേണം, മുളക്. നമ്മുടെ ഇതെല്ലാം വെച്ച് നമുക്ക് നന്നായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുക. സാൻഡ്വിച്ച് റെഡി. നമ്മളിനി ഇതിനകത്ത് ഫില്ലിംഗ് എല്ലാം ചെയ്യുവാണ്. Pickles, yeah, pickle, okay, yeah. Yeah. Little bit. Two, yeah. Yeah, two, okay. ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഒരു സ്ഥലം. Cucumber, right? Cucumber? Yeah, cucumber. Oh, you did. Okay, lettuce. Lettuce, yeah. Otherwise, That too. that was fine. Yeah, onion, okay. Yeah, onion, little bit onion, yeah. Little bit onion, little other pepper. Yeah. What's that? Huh? That one. That's tomato also. Put this yellow thing. Yellow banana pepper? Yeah. Okay. Little bit, just a little bit. Olive. Olive? She like olive, yeah. Dressing, നമ്മളിതാ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് അവിടെ. huh? Oh, it comes that's pretty good with that. Sweet onion. You have it? Okay, we'll try that. Sweet onion sauce. You want to put a little bit other sauce? Yeah. What do you think? Creamy syrup? Yeah, a little bit of that. So only 2 sauce? Huh? Only. No, I think Put little more. Maybe she want more. more sauce. Can you Put put a little okay. more sauce? Little more sauce, yeah. That one, yeah. Put different. Different. Hey, put different. That's fine. അങ്ങനെ ഞങ്ങളിവിടെ മെക്ഡോണൾഡ്സിലെത്തിയിരിക്കുകയാണ്. To McDonald's, will you be using the mobile app today? No. No price. Basket. All right. And a basket of fries. Don't you have the double cheeseburgers? Buy one get one for?
ജാക്കിൻ്റെ ബോക്സിൽ നിന്ന് ഞങ്ങൾ ടാക്കോ ബീഫ് ടാക്കോ മേടിച്ചു. അതിൻ്റെ ഹോട്ട് സോസ് ഒക്കെയാണിത്, ബീഫ് ടാക്കോ. പിന്നെ നമ്മൾ സബ്വേ സാൻഡ്വിച്ച് സബ്വേന്ന് വാങ്ങിച്ചു. പിന്നെ മെക്ഡോണൾഡ്സിൽ നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിച്ചു. ബാസ്ക്കറ്റ് ഓഫ് ഫ്രൈസും വാങ്ങിച്ചു. ബാസ്ക്കറ്റ് ഓഫ് ഫ്രൈസ് ഇപ്പോഴത്തെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.